എല്ലാവർക്കും വീഡിയോ ഇന്ന് പോവാൻ ഒരുങ്ങുന്ന വീഡിയോ ആണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ശ്രീലു ടീച്ചറിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ വന്നിരിക്കുന്നത്. അധ്യാപകർക്ക് തന്നെ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, അധ്യാപകർക്ക് തന്നെ വളരെയധികം അപമാനമാണ് ഈ ടീച്ചർ. കാര്യം, ഞാനും ഒരു അധ്യാപികയാണ്. അധ്യാപകർക്ക് ഒരു ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ട്. ഒരു അധ്യാപിക അല്ലെ അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആകരുത് എന്നൊക്കെ നമുക്കൊരു നമ്മുടെ സമൂഹം ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട് അവർക്ക്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ടീച്ചറിനൊരു യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. പക്ഷേ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ കണ്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഫാമിലി വ്ളോഗോ ഒക്കെ അത് കിട്ടുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളില്ല. ടീച്ചറിൻ്റെ ചാനലിലൂടെ ടീച്ചർ കാണിക്കുന്നത് എന്താണ്? ടീച്ചറിൻ്റെ ലൈവ്, ടീച്ചറിൻ്റെ ഷോർട്സ്, ടീച്ചറിൻ്റെ വീഡിയോസ്. ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കി അതിലൂടെ ജീവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. കാര്യം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണ് ടീച്ചർ. അത്രയും എഡ്യൂക്കേറ്റഡ് ആണ് ടീച്ചർ. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അത്രയും എഡ്യൂക്കേറ്റഡ് ആണ്. അതിനനുസരിച്ചുള്ള ഒരു മാന്യത കീപ്പ് ചെയ്യേണ്ട ആ വ്യക്തിയായിരുന്നു ടീച്ചർ. ഈ ടീച്ചറിൻ്റെ വീഡിയോ എടുത്ത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല കേട്ടോ. ടീച്ചറിന് ഒരു കോളേജിൽ വെച്ച് ലൈംഗിക ആക്രമണത്തിനിരയായ ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് വാർത്ത കേട്ടപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് വീഡിയോ ചെയ്യണം, അതായത് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം. എന്താണ് അധ്യാപകരല്ല, സ്ത്രീകൾ എങ്ങും സുരക്ഷിതരല്ലേ, എന്താണ് സബോർഡിനേറ്റ്സ് ഒക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് ഇങ്ങനെ മോശമായ പ്രവർത്തികൾ ചെയ്യുന്ന സബോർഡിനേറ്റ്സിനെയൊക്കെ എന്തിനാണ് എന്നൊക്കെയുള്ള രീതിയിൽ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോഴാണ് ഞാൻ ടീച്ചറിൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും യൂട്യൂബിൽ വന്നിരിക്കുന്ന ഷോർട്സും വീഡിയോസും എല്ലാം കാണാനിടയായത്. എൻ്റെ ടീച്ചറെ സത്യം പറയാലോ, ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ ഞാൻ സമ്മതിക്കുന്നു. ഇത്രയും വൾഗറായിട്ട് യൂട്യൂബ് ചാനലിലൂടെ ടീച്ചറിൻ്റെ കാര്യങ്ങൾ, ടീച്ചർ ഓപ്പൺ ആ ടെറസിൽ വെച്ചിട്ട് കാണിക്കുന്ന ആ കുളിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ടീച്ചർ പുറത്ത് കാണിച്ചിട്ടാണ് ടീച്ചർ ഇങ്ങനെ ജസ്റ്റ് ഒരു സാർ എഴുതി എന്ന് പറഞ്ഞ് ടീച്ചർ കുത്തിരിപ്പ് സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന കാര്യമൊക്കെ പറയുന്നത്. ടീച്ചർ തന്നെ വളരെയധികം മോശമായിട്ട് തോന്നുന്നില്ലേ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഇതിനെതിരെ ഒരുപാട് ടീച്ചർ അനുഭാവികളായ ഒരുപാട് ആളുകൾ കാണും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് സോഷ്യൽ മീഡിയയുടെ അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഓക്കെ, ജസ്റ്റ് എൻ്റെ അഭിപ്രായം മാത്രമേ പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ഈ ടീച്ചർ ഓപ്പൺ എയറിൽ വെച്ചൊരു കുളിസീനുണ്ട്. ആ കുളിസീൻ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. കുളിസീൻ കണ്ടതിന് ശേഷം നിങ്ങൾ പറയണം ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന്. അതായത് ഒന്നും അറിയാതെ, ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ സോഷ്യൽ മീഡിയ വരുന്ന വാർത്തകളുടെ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം ഇങ്ങനൊരു വാർത്ത ആദ്യം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യാൻ ഒതുങ്ങിയത് ടീച്ചറിന് അനുകൂലമായിട്ടാണ് ഒരുങ്ങിയത്. പക്ഷേ ഇതിനൊരു മറുസൈഡ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് ആ ടീച്ചറിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറയാം. സൺഡേ കുളിസീനിട്ടിട്ടുണ്ട്, കണ്ടോളൂ. രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ട്, കുളിസീനിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കും. എല്ലാ ടെറസൊന്നും എല്ലാ ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കണ്ടോളൂ. ഇന്നാള് ഇന്ന പോലെ ജീവിച്ചോളാന്ന് എവിടെയെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇതല്ലെങ്കിൽ വേറെ, അതല്ലെങ്കിൽ വേറെ, അതല്ലെങ്കിൽ വേറെ അല്ലേ? അവളല്ലെങ്കിൽ അവളമ്മ അല്ലേ? അവളെ കിട്ടിയില്ലെങ്കിൽ അവളമ്മ. അതായിരിക്കണം നമ്മളെ പോളിസി. വൈകുന്നേരം ലൈവില് കാണാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുണ്ടാകുമ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല. നമുക്ക് ചാനലുമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, നിങ്ങൾ ടീച്ചർ ഓപ്പൺ എയറിൽ നിന്ന് കുളിക്കുന്നത്, ടെറസിലൊക്കെ ഒരുപാട് വ്യൂസ് ഉണ്ട്, നിങ്ങളും കണ്ടു. അതിൻ്റെ ആ ഡ്രസ്സിങ്, സത്യം പറഞ്ഞാൽ ഇവർ എന്തോ കാണിക്കുന്ന ചെടിക്കിനി ഞാൻ ചെടിക്കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ നിർത്തും. ഭഗവാൻ, ഈ സത്യം പറഞ്ഞുണ്ടല്ലോ, നമ്മൾ ഒരു ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു ഷോൾ ജസ്റ്റ് ഒന്ന് മാറിയാൽ പോലും അത് പിടിച്ച് നേരെ ഇട്ട് എത്രമാത്രം മാന്യമായിട്ട് നടക്കാം അങ്ങനെ നോക്കുന്ന ആളുകളാണ് അധ്യാപകരെന്ന് പറയുന്നത്. അവർക്ക് ഡ്രസ്സ്, സാരിയാണ് നമുക്ക് ഡ്രസ്സിങ് ആയിട്ട് നമുക്ക് തരുന്നത്. നമുക്ക് ഇപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് ടൈമിൽ, ഇപ്പോൾ ഞാൻ BEd ചെയ്യുന്ന സമയത്തൊക്കെയാണെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസ് സമയത്ത് സാരിയാണ്. ഈ സാരി കൊടുക്കുന്ന സമയത്ത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ പിന്നെ കുത്താം അവിടെയൊക്കെ നമ്മൾ പിന്നെ കുത്തി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ
ഒരു ക്ലാസ് റൂമിലോട്ട് എൻ്റർ ചെയ്യാവുന്നത്. അപ്പം ഞാനാണെങ്കിൽ 7 വർഷത്തോളം ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് 2 വർഷമായിട്ടാണ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നില്ല, പഠിക്കുന്നതുകൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർഷങ്ങളിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എത്രമാത്രം എൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഈ 3 തൊട്ട് 10 വരെയുള്ള കുട്ടികളുടെ മുന്നിൽ അവർ 10ലൊക്കെ ഇരിക്കുന്ന കുട്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫ്രണ്ട്ലിയാണ് അവരൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ എത്രമാത്രം നമ്മളെ ഡ്രസ്സ് കവർ ചെയ്യാമോ അത്രമാത്രം കവർ ചെയ്തിട്ടാണ് നമ്മൾ അവരുടെ മുന്നിൽ പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ടീച്ചർ ഓപ്പൺ എയറിൽ ഇങ്ങനെ, അപ്പം നമ്മൾ ഒരു സ്റ്റാറ്റസ് ഇടുമ്പോണ്ടല്ലോ, സത്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മളൊരു സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ആ ഒരു പിക്ക്, അതായത് ഇപ്പോൾ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്തുള്ള എനിക്കൊരു ഫോട്ടോ, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുമായിട്ടുള്ള ഫോട്ടോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോ, എന്ത് ഫോട്ടോസ് ഇടുമ്പോഴും നമ്മൾ 10 പ്രാവശ്യം നോക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആയില്ലേ, അതൊരു പ്രശ്നമില്ല എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ആ ഫോട്ടോ നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫീലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും. കാര്യം നമ്മളൊരു അധ്യാപികയാണ്, നമ്മളെ കാണുന്ന കുട്ടികൾ അയ്യേ ഇവർ ഇങ്ങനെയുള്ള ടീച്ചറാണ് എന്ന് ചോദിക്കാൻ ഇടവരുത് എന്നുള്ള രീതിയിലാണ്. പക്ഷെ വേറെ ആൾക്ക്, എനിക്കൊക്കെ ഓർമ്മയുണ്ട്, നമ്മളൊക്കെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഷോൾ ഇടാത്തൊരു ഫോട്ടോ പോലും നമ്മൾ അപ്ലോഡ് ചെയ്യില്ല, ജീൻസ് ടോപ്പ് അങ്ങനെയുള്ള ഫോട്ടോസ് പോലും നമ്മൾ അപ്ലോഡ് ചെയ്യില്ല. പിള്ളേർ ടൂറൊക്കെ പോകുന്ന സമയത്തായാലും നമ്മൾ എത്രമാത്രം മാക്സിമം കവർ ചെയ്യുക അതേ രീതിയിലാണ് നമ്മൾ ഓരോ പ്രോഗ്രാമും ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്, ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ ആരുടെ മുന്നിലോ ഏതൊരു വ്യക്തിയുടെ മുന്നിലുള്ള ഒരു ചിത്രം അതാണ് പെർഫെക്റ്റ്, ഒരു മാതൃകയാണ് അവർ കാണിക്കുന്ന മാതൃക, അവർ പിന്തുടരുന്ന രീതിയിലൂടെ ആയിരിക്കും ആ കുട്ടികൾ പിന്നെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ളൊരു അധ്യാപിക, അത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, അവർ മോഡേൺ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വൾഗാരിറ്റി അത് വളരെയധികം മോശമാണ്. ഈ ടീച്ചർ പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചറിൻ്റെ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു സാറ്, ആ ടീച്ചറിൻ്റെ സബോർഡിനേറ്റ് ആയിട്ടൊരു സാറ് എഴുതി വെച്ചിരിക്കുന്നു, ഇന്ന് 8 മണിക്ക് ടീച്ചറിൻ്റെ ചാനലിൽ നഗ്നതാ പ്രദർശനം ഉണ്ടായിരിക്കും. ഇതിപ്പം എനിക്ക് തോന്നുന്നു ടീച്ചർ തന്നെ സാറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണോ എന്ന് തോന്നുന്നു. കാര്യം ടീച്ചറിന് കുറച്ചും കൂടെ ഇത് കിട്ടും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരല്ലേ, അവരൊക്കെ പ്രൊഫഷണൽ കുട്ടികളാണ്, അവരിച്ചിരി ഏജ്ഡാണ്. അപ്പോൾ അവർക്കെന്ന് പറയുമ്പോഴത്തേക്കിന് ഇതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണ്. എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരെ മോശം പറയുകയല്ല ഞാൻ, ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ വന്ന് കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ടീച്ചർ സാറിനെ കൊണ്ട് കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം ആ ഒരു രീതിയിലേക്കാണ് ടീച്ചർ മൊത്തം കാണിക്കുന്നത്. ടീച്ചറിന് അതിനെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കാണാം. അതൊന്ന് കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ടീച്ചർ ഈ സാറിനെ കുറിച്ചും ടീച്ചറിന് നേരിട്ട വളരെ മോശമായ അനുഭവത്തെക്കുറിച്ചും ടീച്ചർ പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, എന്നെ താമസിക്കാൻ സമ്മതിക്കുന്നില്ല. എന്തായാലും നമുക്കത് കണ്ടിട്ട് വരാം. കണ്ടതിന് ശേഷം നമുക്ക് അവരെ എന്ത് പറയണമെന്ന് ആലോചിക്കാം. കോളേജിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് നേരെ അവിടെ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു അധ്യാപകൻ നിരവധി കാലമായി ശല്യം ചെയ്യുന്നു, ലൈംഗിക അധിക്ഷേപം നടത്തുന്നു. ഇയാൾക്കെതിരെ കോളേജിൽ പരാതി നൽകിയിട്ടും ആ പരാതിക്കെതിരെ നടപടിയെടുക്കാനോ കൂടുതൽ കാര്യങ്ങളിലേക്ക് നീങ്ങുവാനോ കോളേജ് അധികൃതർ തയ്യാറായില്ല എന്നും പോലീസിന് പരാതി കൊടുത്തിട്ടും പോലീസ് പോലും കൃത്യമായി നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നുമുള്ള പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അവിടുത്തെ അധ്യാപിക. എവിടുന്നാ വരുന്നത്? ഞാൻ കണ്ണൂർ ജില്ലയിൽ ായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ ധർമ്മശാല സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പം അവിടെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റുമായിട്ട് ഞാനൊരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി പിന്നെ ഇന്നലെ രാത്രി പെട്ടെന്ന് KSRTCയിൽ താഴെ പേപ്പർ വിരിച്ച് കിടന്ന് ഇന്നിവിടെ എത്തി. ഞാൻ പത്രക്കാരെ കണ്ടു. അപ്പം എൻ്റെ മുഖം കാണിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്താ കാരണം, ഇരയാണെങ്കിലും ഞാൻ പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ ഭാഗം ക്ലിയർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. എൻ്റെ ഭാഗത്ത് തെറ്റില്ല. പിന്നെ മുഴുവൻ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള് എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എൻ്റെ ക്ലാസ്സിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ട് അവനെ കോളേജ് പ്രൊട്ടക്ട് ചെയ്യുന്നു. അയാളെ പേര് അജിത്ത് എക്കെ എന്നാണ്. അവനെതിരെ ഒരു നടപടിയും 2 മാസമായിട്ട് എടുത്തില്ല. അധ്യാപകനാ, എൻ്റെ അതേ പോസ്റ്റ്. പിന്നെ ഇയാൾ ചെയ്ത വേറൊരു കാര്യം, മദ്യപിച്ചിട്ട് ഡ്യൂട്ടി സമയത്ത് ക്ലാസ്സിൽ വരും. അപ്പൊ ഞാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അയാളെ വൈരാഗ്യം. അപ്പൊ ഇയാൾ എന്നെ ഇൻസ്ട്രുമെന്റ് എടുത്ത് എറിയലും കോളേജിൽ നിന്ന് ചോദിച്ച് എന്നെ മെന്റലി ഹരാസ്മെന്റ് ചെയ്ത് ഞാൻ ഡിസംബർ 12-ന് പരാതി കൊടുക്കുന്നത് ഈ നിമിഷം വരെ ഒന്നും ആയില്ല. എന്നിട്ട് ഞാൻ ഒരാഴ്ച മുന്നേ പ്രിൻസിപ്പാളെ ക്യാബിൽ കയറി പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ എൻ്റെ പ്രതിഷേധം, സാറേ എനിക്ക് എന്നെ ദ്രോഹിച്ച ആളെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ പ്രയാസമുണ്ട്, അയാൾ നിങ്ങൾ എന്തിനിങ്ങനെ സൈൻ ചെയ്യിക്കുന്നത്, എന്തിനാ ഇവിടെ വരുത്തുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നിങ്ങളെപ്പോലെ ഒരു ഉദ്യോഗസ്ഥനായാലും എനിക്ക് സൈൻ ചെയ്യിക്കാൻ പറ്റൂല എന്നൊന്നും പറയാൻ പറ്റൂല എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്നിക്കിൽ അയാൾ
അല്ലെങ്കിൽ ഞാൻ. അതായത് നിങ്ങൾ കോളേജിൽ പരാതി കൊടുത്തോ, കോളേജ് ഒരു നടപടിയും സ്വീകരിക്കും? ഇല്ല. നടപടി അവരെപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തു, DTക്ക് ഫോർവേഡ് ചെയ്തു. DTന്ന് നടപടിയില്ല, പോലീസിൽ നിന്ന് നടപടിയില്ല. ഞാൻ കോളേജ് ഗേറ്റിന് 1.5 ദിവസം നിരാഹാരം ഇരുന്നിട്ടാണ് പിന്നെ FIR ഇട്ട് വാങ്ങിയത്. ഈ FIRന്റെ മേലെ അയാൾ ജാമ്യം എടുത്തു. അയാൾ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്നറിയില്ല. ഞാൻ വിളിക്കുമ്പോൾ തളിപ്പറമ്പ് പോലീസ് പറയുന്നത് അയാൾ മെഡിക്കൽ ലീവാണെന്ന്. അന്വേഷണ ഉദ്യോഗസ്ഥൻ. പിന്നെ DTന്ന് ഒരു നടപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പാളോട് പ്രതിഷേധിച്ചപ്പോൾ അയാൾക്ക് സസ്പെൻഷൻ ഓർഡർ അടിച്ചു. അതേ സെക്കൻഡിൽ തൊട്ടടുത്ത ഫയൽ നമ്പർ ഇട്ടിട്ട് എനിക്ക് പിന്നെ ട്രാൻസ്ഫർ അടിച്ചു കോഴിക്കോട്. അതായത് വൺ സൈഡ് 140 കിലോമീറ്റർ വരും. ടീച്ചർക്ക് പറയുന്നത് നിങ്ങൾ കേട്ടോ, ഞാൻ ഇരയാണ്, എൻ്റെ മുഖം കാണിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇരയാണ്. ദൈവമേ, ഇവരെയൊക്കെയാണ് ഇരയെന്ന് പറയുന്നത്. ഇവർ പറയുന്നത് കേട്ടോ, അവർ നേരിട്ട വിഷമത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇവർക്ക് ഇങ്ങനെ ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്താൽ എന്താണ് തെറ്റ്? എനിക്കൊരിതൊന്നും തോന്നുന്നില്ല കേട്ടോ. കാര്യം ഇവർക്ക് തന്നെ പണിഷ്മെന്റ് കിട്ടി കേട്ടോ. ഇവർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫറും അങ്ങേർക്ക് സസ്പെൻഷനും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ അല്ല. ഇങ്ങനെയൊക്കെയുള്ള യൂട്യൂബ് ചാനൽ എന്നാൽ അതൊക്കെ അവരുടെ സ്വകാര്യതാണ്, ഓക്കെ, സമ്മതിച്ച്. പക്ഷേ അത് പബ്ലിക്കലി ഇങ്ങനെ വന്നു. ഒരു അധ്യാപികയാണ്, ആ ഒരു പേര് അവരത് ഉപയോഗിക്കരുത്. അത് അധ്യാപിക എന്ന പേര് ഉപയോഗിക്കാതെ അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഒരു അധ്യാപിക എന്ന നിലയിൽ അവരത് കാണിച്ചത് വളരെ മോശമാണ്. അവരൊരു റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് ഈ വീഡിയോസൊക്കെ ഇട്ടതിൻ്റെ പേരിൽ അവരൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് എന്തോ അവരെ കുറിച്ച് ക്ലിപ്പിംഗ് ഇട്ടവരുടെ ഫോട്ടോസ് അവരിടുന്നില്ല. അങ്ങനെ നിങ്ങൾ റീച്ച് ആവണ്ട, എൻ്റെ ഇട്ട് നിങ്ങൾ റീച്ച് ആയിരിക്കും, ഞാനിട്ട് നിങ്ങൾ റീച്ച് ആവണ്ട, നിങ്ങളിട്ട് ഞാൻ റീച്ച് ആയിക്കോളാം, എന്തൊക്കെയാ അവർ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാമെങ്കിൽ എനിക്ക് അങ്ങനെ കാണിക്കാം, നിങ്ങൾക്ക് എന്തൊക്കെയാ അവർ പറയുന്നത് അറിയാമോ? നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അവരുടെ ചേച്ചിയുടെ വീഡിയോസ് ഫുള്ള് കാണണമല്ലോ. ആ വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഗുഡ് മോർണിംഗ്, വെരി മോർണിംഗ്. ഞാനിങ്ങനെ ഒരു പോരാട്ടത്തിലാന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു, വിളിക്കുന്നു ലോകത്തുനിന്ന്. ഐ എം സോ ഹാപ്പി, വെരി ഹാപ്പി. ഒരുപാട് ആൾ വിളിക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. നീതി പ്രതീക്ഷിക്കുന്നുണ്ടോന്ന് വെച്ചാല് നീതി അങ്ങനെ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. എന്നാലും നമ്മൾ ശ്രമിക്കാന്നുള്ളത് നമ്മളെ ഭാഗം ക്ലിയർ ആക്കാൻ നമ്മൾ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ബാക്കിയിൽ എന്താണ് റിസൾട്ട് എന്നറിയില്ല. ഇനി അടുത്തത്, അതായത് എൻ്റെ ഒരു ഞാനൊരു വാർത്തയായിട്ടാണല്ലോ തിരുവനന്തപുരത്ത് വന്നത്. ഞാനൊരു വാർത്തയായിട്ടാണ്. അപ്പൊ ആ വാർത്തക്കെതിരെ ഒരു ലേഡി പ്രതികരിച്ചത്, അത് അവരെ ചാനൽ റീച്ചിനായിരിക്കും. അതുകൊണ്ട് ഞാൻ ക്ലിപ്പിങ്സ് ഒന്നും ഇടുന്നില്ല. അവരെനിക്ക് ചെയ്തത് വലിയ ഉപകാരമായിരുന്നു. ഞാൻ അങ്ങനെ പിടിവിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ അത്ര ഉപകാരം അവർക്ക് തിരിച്ചു ചെയ്തില്ല. അപ്പോ അവരെന്നെ എൻ്റെ വൾഗാരിറ്റിയും എൻ്റെ ഡ്രസ്സും എൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടായിരുന്നു അവരെ ചാനൽ റീച്ചിന് വേണ്ടി പരിശ്രമിച്ചത്. അപ്പൊ ഞാൻ അവരൊന്നും കൊടുത്ത് ചാനൽ റീച്ചിന് പരിശ്രമിക്കുന്നില്ല. എനിക്ക് തന്ന ഉപകാരത്തിന് നന്ദി. അടുത്തത് എന്താന്ന് വെച്ചാല്, അതായത് സ്കിപ്പ് ചെയ്യാതെ കാണണം, ഇത് പറഞ്ഞേ പറ്റൂ. അതായത് നിങ്ങളൊരു അധ്യാപികയല്ലേ, നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഞാൻ അധ്യാപികയാണോ അനധ്യാപികയാണോ ഒന്നുമല്ല എൻ്റെ വിഷയം. ചേച്ചിയുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ, ഇങ്ങനെയുള്ള ഐസ് തിന്നുന്നതും അത് ഇത് മറ്റേത് എനിക്കത് പറയാൻ വയ്യ. ഒരുപാട് വീഡിയോസ് ഉണ്ട്. കുഞ്ഞു മക്കൾ ഇതൊന്നും കാണല്ലേ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് അത്രയ്ക്ക് ഒരു അല്ലാത്ത ടോപ്പിക്ക്. ഇതെടുത്ത് ചെയ്യുന്നത് തന്നെ മോശമാണ്. പക്ഷേ ഇത് നാട്ടുകാരറിയണം കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ഇവരുടെ മുമ്പിൽ പഠിപ്പിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും. അവരെ ആ ഒരു രീതിയിൽ അവർക്കിവിടെ എനിക്കൊന്ന് ഏണിങ്സ് മാത്രമാണ് കേട്ടോ ലക്ഷ്യം. ഇവർ വേറൊന്നും കൊണ്ടല്ല. ഇവർക്ക് നല്ല ഏജിലാണ്, അവർ കാണുമ്പോഴറിയാം. പക്ഷെ അവർ എനിക്കൊന്ന് പ്രായമാകും തോറുമാണോ ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. വളരെ മോശകരമായ ഒരു പ്രവൃത്തിയായിരുന്നു സത്യം പറഞ്ഞത്. എനിക്കിതിൽ നിന്നും 2 അനുഭവങ്ങളുണ്ടായി. ഒന്നും ഒരു ഭാഗം മാത്രം കണ്ടുകൊണ്ട് ഒന്നിനും തുനിയരുത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ടീച്ചറിനെ അനുകൂലിച്ച് വീഡിയോ ചെയ്യണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പിന്നീടാണ് ഇവരുടെ യൂട്യൂബ് ചാനൽ കണ്ടതിന് ശേഷമാണ് മോശമായത്. പിന്നെ ഒരു അധ്യാപിക ഇങ്ങനെ ആകരുത് എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇവരെ കണ്ടു പഠിക്കണം നിങ്ങൾ, ഇങ്ങനെ ആകരുത് എന്നതുള്ളതിന്. അതുപോലെ തന്നെ
ഓരോ തൊഴിലിനും ഓരോ ഇതുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ചെയ്യാവൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്കും ഒരു ഇത് കൊടുക്കണം അല്ലേ. നമ്മുടെ ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തുമാകാം എന്നുള്ള ഒരു ചിന്തയുണ്ട് എല്ലാവർക്കും. അത് മാറണം. ഒരു ഭരണവ്യവസ്ഥയിൽ ഈ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊന്നും അല്ല, ഡ്രസ്സിങ്ങൊക്കെ അവരവരുടെ ഇഷ്ടം, ഡ്രസ്സിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചിട്ട് പിന്നെ ഇതിനെതിരെ ഈ ഒരു ഞാൻ ഭയങ്കര മാന്യയാണ്, എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഞാൻ ഇതിനൊന്നും അനുകൂലിക്കുന്ന വ്യക്തിയല്ല എന്ന് പറഞ്ഞിട്ട് കപട മുഖവുമായിട്ട് പുറത്തു വരില്ല. അതാ ഞാൻ പറയും. ഇപ്പം ഇവരിങ്ങനെയാണ്. ഓക്കെ, അപ്പം സാർ അങ്ങനെ എഴുതിയെങ്കിൽ ആ ശരി അങ്ങ് വായിച്ചു കളഞ്ഞാൽ പോരെ, പ്രശ്നം തീർന്നല്ലോ. അവിടെ പോയി ഞാൻ മുഖ്യമന്ത്രിയുടെ ഒരു കണ്ണൂരാണ് കേട്ടോ അവരുടെ സ്ഥലം. അപ്പം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ സ്ഥലക്കാരാണ്, എനിക്ക് എന്താ ഇതിന് നിങ്ങൾ കണ്ടു കാണുമല്ലോ അവർ പറഞ്ഞതല്ല, എൻ്റെ മുഖം കാണിക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ ഇരയാണെന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ ഇവർ ഇരയല്ല, അവർ ഇര വിഴുങ്ങുന്ന മത്സ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഇവരാണ് ചൂണ്ടയിടുന്നത്. ആരെങ്കിലും കൊത്തും, അവരുടെ ജീവിതം പോവും. അതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഒരു അധ്യാപിക എങ്ങനെ ആകരുത് എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഇവർ. ഓക്കെ, കുഞ്ഞു മക്കൾസൊന്നും ഇത് കാണാതിരിക്കുക. കാര്യം ഇവരുടെ ഈ വീഡിയോസ് നമ്മൾ വീണ്ടും വീണ്ടും കാണിച്ച് ഇനി ഇത് കാണുന്നവരും പോയി അത് കണ്ട് അവരെ കുറച്ചും കൂടെ റീച്ച് ആക്കി കൊണ്ടുവരണ്ട. ദൈവത്തെ ഓർത്ത് ഇത് കണ്ടിട്ട് പോയി അത് കാണാനായിട്ട് പോകരുത് ആദ്യം. എൻ്റെ ഇത് വലുതായിട്ടൊന്നും ഒരുപാട് പേര് കാണാൻ ചാൻസ് കുറവാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. ടീച്ചർ ഇരയാണോ അതോ ടീച്ചറാണോ ഇതിനകത്ത് പ്രതി? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കമൻസിൽ. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.